ഒരു 10,000, 12,000, 15,000 സാലറി പോകുന്നതിന് പകരം അവരൊരു 75-1 lakhിൻ്റെ മുകളിലേക്ക് സാലറിയിലേക്ക് അവരെ ഒരു സഡൻ പുഷ് ചെയ്ത് വിടുകയാണ്. വിറ്റ് കൊണ്ടാണ് ഞാൻ പഠിച്ചതെന്ന് പറയാം. പഠിച്ചിട്ട് വിറ്റല്ല, വിറ്റുകൊണ്ടാണ് പഠിച്ചത്. സ്വാഭാവിക മിസ്റ്റേക്കുകൾ ആദ്യഘട്ടങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആ സെയിൽസ് ക്ലോസ് ചെയ്യാൻ പറ്റാതിരുന്നിട്ടുണ്ട്. തെറ്റുകളിൽ നിന്ന് പഠിച്ചു തന്നെ പറയാൻ പറ്റും. എപ്പോഴും ജോലി എന്നുള്ള സേഫ് സോണിൽ നിന്ന് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ദർ ഈസ് എ ടെൻഷൻ. കസ്റ്റമർ ഈസ് ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ സ്റ്റാഫ് ഈസ് ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സാലറിയുടെ 3 times ഒക്കെ ഇൻസെൻറ്റീവ് വാങ്ങുന്ന അനേകം സ്റ്റാഫുകൾ നമ്മുടെ കൂടെ ഉണ്ട്. നമുക്കറിയാം എല്ലാ ആളുകൾക്കും സ്വന്തമായിട്ട് അക്കൗണ്ടൻറ്റ് വെക്കാൻ ചിലപ്പോൾ സാമ്പത്തികമായിട്ടോ വിസപരമായിട്ട് സാധിച്ചതുമില്ല. അത്തരം കമ്പനികൾക്ക് ഞങ്ങൾ കൊടുക്കുന്ന സൊല്യൂഷൻ വെർച്വൽ അക്കൗണ്ടൻറ്റ്. സംരംഭകരെ സഹായിക്കുന്ന ചിലരുണ്ട്. അത്തരം ആൾക്കാരോട് എനിക്ക് വളരെ ബഹുമാനമാണ്. അവരുടെ ദിശ എങ്ങോട്ടാണ്, അവർ ചെയ്യുന്നത് ശരിയാണോ? ചിലപ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കാതെ പോകുന്നതുകൊണ്ട് നഷ്ടങ്ങളുണ്ടാവാം. അത് അവരെ അലേർട്ട് ചെയ്യുന്നു, അവരെ വിജയിപ്പിക്കാനും വഴികാട്ടാനും ഒക്കെ പ്രേരിപ്പിക്കുന്നു. ഒരു ബിസിനസ് കോച്ച് എന്ന നിലയ്ക്ക് ഇത്തരം ആൾക്കാരോട് എനിക്ക് എന്നും സ്നേഹവും ബഹുമാനമാണ്. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ള ഒരു ഒമാൻ എഡിഷനിലേക്ക് സ്വാഗതം. സ്പാർക്കിൻ്റെ ഈ ഷൂട്ടിങ്ങിനായി മസ്കറ്റിൽ സ്റ്റുഡിയോയിലിരിക്കുന്നത് റിയാസ് ഹസൻ എന്ന സംരംഭകനാണ്. റിയാസ് ഭായ്, സ്വാഗതം സ്പാർക്കിലേക്ക്. താങ്ക് യു. റിയാസ്, താങ്കളുടെ നാട് എവിടെയാണ്? നാട് കോഴിക്കോട് ജില്ലയിൽ കുറ്റ്യാടിയാണ്. കുറ്റ്യാടിക്കാർ വളരെ ഫേമസ് ആണ് ബിസിനസ്സിലൊക്കെ, അല്ലേ? പന്തലിച്ച് കിടക്കാണ് കുറ്റ്യാടിക്കാർ. അതെ അതെ. പഠനമൊക്കെ പഠനം കുറ്റ്യാടിയിലാണ് വിദ്യാഭ്യാസം പൂർത്തിയായിരിക്കുന്നത്. ഹൈസ്കൂൾ പ്ലസ് ടുവിന് ശേഷം പാലക്കാട് ചിറ്റൂർ ഗവൺമെൻറ് കോളേജിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞു. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MSc കഴിഞ്ഞു. മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PG ഡിപ്ലോമ കഴിഞ്ഞു. പിന്നെ MBA തമിഴ്നാട് അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്, ഫിനാൻസ്. ഇതിനോടൊപ്പം B.Ed തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി. അത് ശരി. അപ്പോൾ റിയാസ് ഹസൻ എന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ കുറേ എഴുതാറുണ്ട്, അല്ലേ? അതിനോടൊപ്പം സ്പോർട്സിലും കമ്പുണ്ട്. സ്പോർട്സ് ഉണ്ടായിരുന്നു. സ്പോർട്സ് വോളിബോൾ, അതുപോലെ ഷോട്ട് പുട്ട്. വോളിബോളിൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി റെപ്രസെൻറ്റ് ചെയ്ത് നോർത്ത് സോൺ ചാമ്പ്യൻഷിപ്പിൽ 2 വർഷം പങ്കെടുത്തിട്ടുണ്ട്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ക്യാപ്റ്റൻ ആയിരുന്നു 1 വർഷം, 2006, 2007 കാലഘട്ടത്തിൽ. പിന്നെ ഷോട്ട് പുട്ടും വേറൊരു മേഖലയാണ്. താങ്കൾ പഠനം കഴിഞ്ഞ് ആദ്യം എന്താണ് ചെയ്തത്? പഠനം കഴിഞ്ഞ് ആദ്യം ഞാൻ ഖത്തറിലേക്ക് ഒരു വിസിറ്റിംഗ് വിസയിൽ പോവുകയാണ് ചെയ്തത്. ഖത്തറിലേക്ക്. നാട്ടിൽ ജോലി ചെയ്തിട്ടേ ഇല്ല? നാട്ടിൽ ജോലി. അപ്പോൾ ചോദിച്ചോട്ടെ, ഉപ്പ ഒമാനിൽ ബിസിനസ് മേഖല ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പോൾ നാട്ടിൽ അദ്ദേഹം മെയിനായിട്ട് റെസ്റ്റോറൻറ്റ്, അതുപോലെ സൂപ്പർ മാർക്കറ്റ് മേഖലയിൽ. അത് ഒമാനിലെ സലാലയിൽ. അപ്പോൾ വിസിറ്റ് വിസ എടുത്ത് സലാലയിലേക്കല്ല പോയത്? സലാലയിലേക്കല്ല പോയത്. സ്വന്തം ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേറൊരു സ്ഥലത്തേക്കാണ്, ഖത്തറിലേക്ക്. അല്ല, തീർച്ചയായും ഉപ്പയുടെ മേഖലയും നമ്മൾ പഠിച്ച മേഖലയും ഡിഫറെന്റ് ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും. അപ്പോൾ സലാല വേണ്ടെന്ന് വെച്ചാൽ ഖത്തർ. എന്തുകൊണ്ട് ഖത്തർ? ഖത്തറിൽ പ്രധാനമായിട്ടും എൻ്റെ നാട്ടുകാരും കൂട്ടുകാരും ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു. അതാണ് ഫസ്റ്റ് പ്രിഫറൻസ് ഖത്തർ കൊടുത്തത്. കുറ്റ്യാടിക്കാരെ കുറേ പേരുള്ള സ്ഥലമാണ്, ഒരുപാട് പേരുള്ള സ്ഥലമാണ് ഖത്തർ. അപ്പോൾ അവിടെ എത്തി ആദ്യം ചെയ്തെന്താണ്? ആദ്യം സ്വാഭാവിക വിസയിലാകുമ്പോൾ നമ്മൾ ജോബ് ഹണ്ടിങ് ആണല്ലോ ഉണ്ടാവുക. ജോബ് ഹണ്ടിങ് ചെയ്തു. എനിക്ക് അവിടെ ഒരു സ്കൂളിൽ ജോലി കിട്ടി. അങ്ങനെ അധ്യാപകനായിട്ട്. അപ്പോൾ താങ്കളൊരു അധ്യാപകനാണ്. അത് ശരി, അതെനിക്കറിയില്ല. അപ്പോൾ അധ്യാപനത്തിലാണ് തുടങ്ങുന്നത്? ജിയോഗ്രഫി അധ്യാപകനാണ്. ജിയോഗ്രഫി. അത് ശരി. അപ്പൊ താങ്കളുമായി യാതൊരു ബന്ധമില്ലാത്ത സാധനമാണ് തുടങ്ങുന്നത് തന്നെ? നിലവിലത്തെ പ്രവർത്തന മേഖല യാതൊരു ബന്ധവുമില്ല. അപ്പൊ ജിയോഗ്രഫിയാണ്. അത് പഠിപ്പിച്ചുകൊണ്ട് എത്ര നാൾ അങ്ങനെ പോയി? ഏകദേശം 2 വർഷത്തോളം ഖത്തറിൽ കണ്ടിന്യൂ ചെയ്തു. ഖത്തർ വിട്ടതിന് ശേഷം നേരെ ദുബായിലേക്കാണ് ഷിഫ്റ്റ് ആവുന്നത്. അവിടെയും ദുബൈയിലും ജോബായിരുന്നു. അധ്യാപകൻ അല്ലല്ല, ദുബൈയിൽ അധ്യാപകനല്ല, ദുബൈയിൽ ജോബായിരുന്നു. ആദ്യം ഞാൻ പഠിച്ച മേഖല GIS മേഖലയിൽ ഒരു ജോലി കിട്ടി. ആ കമ്പനിക്ക് 2 ഡിവിഷൻ ഉണ്ടായിരുന്നു. പിന്നെ സ്വാഭാവികമായിട്ട് ഒരു കമ്പനിയുടെ ക്രൈസിസ് വന്നപ്പോൾ എന്നെ ആ ഒരു ജിയോഗ്രഫി മേഖലയിൽ നിന്ന് മാറ്റിയിട്ട് കമ്പനിയുടെ ഓപ്പറേഷൻ വിങ്ങിലേക്ക് ഇട്ടു. ഓപ്പറേഷൻ മാനേജറായിട്ടാണ് 2 വർഷം വർക്ക് ചെയ്തത്. അങ്ങനെ എത്ര വർഷം? 2 വർഷം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ വർഷം എടുക്കുമ്പോഴേക്ക് തന്നെ ഒരു എന്റർപ്രണർഷിപ്പ് മൈൻഡ്ഷിപ്പിലേക്ക് വന്നു. ഉള്ളിലൊരു സംരംഭകനുണ്ട് കിടപ്പുണ്ട് എന്ന് വേണേൽ പറയാം. ആക്സിഡന്റൽ ബിസിനസ് മാൻ എന്നും പറയാം. എന്തായാലും ഉപ്പയും കച്ചവടമാണ് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലേ? അതെ, ആ ഒരു രക്തത്തിലുണ്ട്. ഉണ്ട്. ശരി. അപ്പൊ ആദ്യം ചെയ്ത ബിസിനസ് എന്താണ്? ആദ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ IT സപ്പോർട്ട് ഉണ്ടായിരുന്നു.
IT ആയിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ മേഖലയും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം രാജിവെക്കുകയാണ് ചെയ്തത്. റിസൈൻ ചെയ്യുന്നതിന് മുമ്പ് കമ്പനിയുടെ ഒരു ബേസിക് ഫൗണ്ടേഷൻ ഇട്ടുകൊണ്ടാണ് രാജിവെച്ചത്. അപ്പോൾ എന്ത് കണ്ടുകൊണ്ടാണ് ഈ സംരംഭത്തിലേക്ക് ഇറങ്ങുന്നത് ആദ്യം? ബേസിക്കലി ആ ഒരു സമയം ദുബായിനെ സംബന്ധിച്ച് ഒരു വളർച്ചയുടെ ഓൾറെഡി ദുബായ് വളർന്നിട്ടുണ്ട്, എന്നിരുന്നാലും ഒരു ട്രാൻസിഷൻ ചേഞ്ചിലുണ്ടായിരുന്നത്. എസ്പെഷ്യലി എല്ലാ കടകളും CCTV മാൻഡേറ്ററി ആയിക്കൊണ്ടുള്ളൊരു റൂള് ദുബായ് പോലീസ് ആ സമയത്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയപ്പോൾ CCTV എല്ലാ കടകളും വെക്കണമെങ്കിൽ അത്രത്തോളം സപ്ലയർ മാർക്കറ്റിൽ ആവശ്യമാണ്, ഇൻസ്റ്റാളേഴ്സ് ആവശ്യമുണ്ട്. അപ്പോൾ അത്തരം ജോലികൾ IT സപ്പോർട്ട് തുടങ്ങി. അത് IT-യുടെ എല്ലാ മേഖലയും കവർ ചെയ്തിട്ടുണ്ട്. അപ്പം ടൈം അറ്റൻഡൻസ്, ആക്സസ് കൺട്രോൾ, ക്യൂ മാനേജ്മെൻറ്റ് സിസ്റ്റം. അപ്പോൾ നമുക്കൊരു ബ്രേക്ക് തന്നിരിക്കുന്നത് ക്യൂ സിസ്റ്റം ആദ്യം തുടങ്ങുന്ന ഒന്ന് ക്യൂ സിസ്റ്റത്തിലാണ്. ക്യൂ സിസ്റ്റം അത് വൺ ഓഫ് ദ ഏരിയ ആയിരുന്നു. എന്തായിരുന്നു ക്യൂ സിസ്റ്റം? ആ സമയത്ത് UAE ഹോസ്പിറ്റലിനെ സംബന്ധിച്ച്, വലിയ ചെറിയ ക്ലിനിക്ക്, ഹോസ്പിറ്റലല്ല ചെറിയ ക്ലിനിക്കിനെ സംബന്ധിച്ച് 150,000 അല്ലെങ്കിൽ 2 ലക്ഷം ദിർഹംസോളം ചിലവ് വരുന്ന ഒരു ഇൻസ്റ്റാളേഷൻ പ്രോസസ്സായിരുന്നു. ഞങ്ങളതിന് 10 റേറ്റ് കുറച്ചുകൊണ്ട് 15,000 ദിർഹംസ് മുതൽ 20,000 ദിർഹംസ് കോസ്റ്റിൽ സൊല്യൂഷൻ കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അത് ചെറുകിട പോയിട്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് ടോക്കൺ എടുക്കുന്ന ഒരു സിസ്റ്റം. അതെ. ഡോക്ടർ ആണെങ്കിൽ ആ ടോക്കൺ നമ്പർ വിളിക്കുന്ന സിസ്റ്റം. എല്ലാ ഡോക്ടേഴ്സിനും ഒരു കോളിംഗ് ബട്ടൺ ഉണ്ടാകും, പിന്നെ ഒരു സെൻട്രൽ സിസ്റ്റം ഉണ്ടാവും. അപ്പോൾ കസ്റ്റമർ വന്ന്, പേഷ്യൻ്റ് വന്ന് ടോക്കൺ എടുക്കുന്നു, അവർ വെയിറ്റിംഗ് ഏരിയയിൽ നിൽക്കുന്നു, വെയിറ്റിംഗ് ഡിസ്പ്ലേയിൽ എന്ത് ചെയ്യുന്നു, അവരുടെ നെയിം വരുന്നു. അതിന് ഞങ്ങൾ കൊച്ചി ബേസ്ഡ് കമ്പനിയിൽ നിന്ന് ടൈപ്പ് ആയിട്ട് സോഫ്റ്റ്വെയർ മേക്ക് ചെയ്തു. അപ്പോൾ ഞങ്ങൾ എന്ന് പറയുമ്പോൾ താങ്കൾ ഇത് രാജിവെക്കുന്ന സമയത്ത് മൂലധനം എന്താണ് ബിസിനസ് തുടങ്ങാൻ? മൂലധനം എന്ന് പറയുമ്പോൾ വലിയൊരു മൂലധനം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്താണോ ഞാൻ ജോബ് ചെയ്ത സ്ഥാപനം കിട്ടിയ സാലറി, അതിൻ്റെ ഒരു ചെറു സമ്പാദ്യം മാത്രം. അത് വെച്ചാണ് തുടങ്ങുന്നത്? ഒറ്റയ്ക്കാണ് തുടങ്ങുന്നത്. ആദ്യത്തെ എംപ്ലോയി വന്നു? ആദ്യത്തെ എംപ്ലോയി ഞാൻ തന്നെയാണ് മാർക്കറ്റ് ചെയ്തത്. ഓക്കെ. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ ഒക്കെ താങ്കൾ ഡെവലപ്പ് ചെയ്യുന്നതല്ല, ഔട്ട്സോഴ്സ് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ് അന്നത്തെ കാലത്ത്? അതെ. അതുമായിട്ട് താങ്കൾ സെയിൽസ്മാനാണ്, നേരെ പോകുന്നു, പ്രോഡക്റ്റ് വിൽക്കുന്നു, പ്രസന്റേഷൻ ചെയ്യുന്നു, കൺവിൻസ് ചെയ്യുന്നു. വിറ്റ് കൊണ്ടാണ് ഞാൻ പഠിച്ചതെന്ന് പറയാം. വിറ്റുകൊണ്ടാണ് പഠിച്ചിട്ട് വിറ്റല്ല, വിറ്റുകൊണ്ടാണ് പഠിച്ചത്. സ്വാഭാവിക മിസ്റ്റേക്കുകൾ ആദ്യഘട്ടങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ആ സെയിൽസ് ക്ലോസ് ചെയ്യാൻ പറ്റാതിരുന്നിട്ടുണ്ട്, തെറ്റുകളിൽ നിന്ന് പഠിച്ചു തന്നെ പറയാം. അവിടെ ചോദിച്ചോട്ടെ, ഒരു ജോലി എന്ന് പറയുന്നത് വളരെ സേഫ് ആയിട്ടുള്ള ഓപ്ഷനാണ്. എന്തൊക്കെ സംഭവിച്ചാലും 1-ാം തീയതി ക്രെഡിറ്റ് ആവും സാലറി. ഇത് റിസ്ക് എടുത്ത് പുറത്തേക്ക് വരികയാണ്. അല്ല, അതിൽ എന്നെ പറ്റിയാണെങ്കിലും ഇനിയിപ്പം വരുന്ന ബിസിനസ്സുകാരെ സംബന്ധിച്ചാണെങ്കിലും എപ്പോഴും ജോലി എന്നുള്ള സേഫ് സോണിൽ നിന്ന് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ദർ ഇസ് എ ടെൻഷൻ, റിസ്ക് ഉണ്ട്. നമ്മൾ അതിനെ ടാക്കിൾ ചെയ്യാന്നുള്ളതാണ്. ചില ആളുകൾ ഫെയിലാകും, ചില ആളുകൾ പാസ്സാകും. ആ ജേണി, യാത്ര, അത് വിജയിച്ചോ? ആ ഒരു യാത്രയിൽ, അതായത് എൻ്റെ ബിസിനസ് ജീവിതത്തിൻ്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത് തുടക്കത്തിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഉയർച്ച മാത്രമല്ല, താഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു 2013-12 അവസാനം 13 തുടക്കം മുതലൊരു 16-17 വരെ ഒരു ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആയിരുന്നു ഉയർച്ച താഴ്ചകളുടെ. നന്നായിട്ട് ഡെവലപ്പായ സമയമുണ്ട്, മാർക്കറ്റ് പറ്റേ ഡൗൺ ആയ ബുദ്ധിമുട്ട് വന്ന സമയങ്ങളുണ്ട്. ഉയർച്ചയും താഴ്ചയും ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പോയി. തീർച്ചയായും അതൊരു ഭീകരമായ പൈസ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ഭീകരമായ പൈസ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല, ഭീകരമായ നഷ്ടം വന്നിട്ടില്ല. അതാണ് യാഥാർത്ഥ്യം. തട്ടിപ്പട്ടി പോകാതെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റിയ നഷ്ടങ്ങളെ വന്നിട്ടുള്ളൂ. ക്രൈസിസ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഒരു മാനേജബിൾ ക്രൈസിസ് ഉണ്ടായിട്ടുള്ളൂ. പിന്നീട് എന്താ സംഭവിച്ചത്? പിന്നീട് ശരിക്കും ഒരു ലൈഫിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് UAE വാറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. GCC വൈഡ് അഗ്രിമെൻ്റ് ഭാഗമായിട്ട് GCC രാജ്യങ്ങളൊക്കെയും വാറ്റ് സിസ്റ്റം നിർബന്ധമായിട്ട്. അപ്പോൾ അതിന് മുമ്പുള്ള ആ സ്ഥാപനം പൂട്ടിയോ? ഇല്ല, ആ സ്ഥാപനത്തിൻ്റെ പേര് നെയിം ചേഞ്ച് ചെയ്തിട്ട്. അപ്പോൾ ആദ്യം തുടങ്ങിയ പേരെന്തായിരുന്നു? ആദ്യമുള്ളത് കോർഡിനേറ്റ് അലാം സിസ്റ്റം എന്നുള്ളൊരു കമ്പനിയായിരുന്നു. സെക്യൂർ ടാഗിലേക്ക് നെയിം ചേഞ്ച്. സെക്യൂർ ടാഗ് എന്ന് GCCയിൽ എല്ലാവരും അറിയപ്പെടുന്ന ഒരു അപരനാമമാണ് സെക്യൂർ ടാഗ്. അപ്പോൾ ആ സ്ഥാപനം തുടങ്ങി. എന്തായിരുന്നു ആ കർമ്മ മേഖല? സെക്യൂർ ടാഗ് ബേസിക്കലി കമ്പനികൾക്ക് അക്കൗണ്ടിങ് സർവീസ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. കമ്പനികളുടെ അക്കൗണ്ട്സ് ആവശ്യങ്ങൾ, അത് ഇറ്റ് മേ ബി അക്കൗണ്ടൻ്റ് ആവാം, അവരുടെ മന്ത്ലിയുള്ള കണക്കുകൾ നോക്കലാവാം, അവരുടെ ക്വാർട്ടർലിയുള്ള ഫയലിംഗ് ആവാം, ഇയർലിയുള്ള ടാക്സ് ഓഡിറ്റ് ആവാം. ഇതെല്ലാം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് സെക്യൂർ ടാഗ്. അപ്പോൾ അതിൻ്റെ സാധ്യത തുറന്നു കിട്ടിയത് GCCയിൽ വാറ്റ് വന്നപ്പോഴാണ്. അതിൻ്റെ ഒരു പ്രധാന ഏരിയ തുറന്നു കിട്ടിയത് GCC വാറ്റ് വന്നതിന് ശേഷമാണ്. പക്ഷെ അതിന് മുമ്പേ 2014 പഴയ കമ്പനിയുള്ള സമയത്ത് തന്നെ ഇതിൻ്റെ ഒരു ബേസ് അവിടെ ഒരുക്കിയിരുന്നു. കാരണം ഞങ്ങൾ കോൺടാക്ട് ചെയ്ത ഈ പോസ്റ്റ് സിസ്റ്റം ഇൻസ്റ്റാളേഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് കോൺടാക്ട് ചെയ്ത പല കമ്പനികളും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു വൈറ്റ് പേപ്പറിൽ എഴുതി മാസാമാസം കണക്കുകൾ ക്ലിയർ ചെയ്യുന്നൊരു സ്ഥാപനമായിട്ടാണ്. അപ്പോൾ വ്യത്യസ്ത പാർട്ട്നേഴ്സ് ഉണ്ടാകും, അവർക്കുള്ള കോൺട്രവേഴ്സിയൊക്കെ ഈ ഒരു കണക്കിനെ ചൊല്ലിയാണ് ഉണ്ടായിരുന്നത്. തർക്കങ്ങളെല്ലാം ഉണ്ടാവുന്ന തീർച്ചയായും. അപ്പോൾ അത്തരം കണക്കുകൾ ഞങ്ങൾ
ഞങ്ങളുടെ എക്സിക്യൂട്ടീവിലെ മൈസെൽഫ് ഞാനായാലും അവർ അതിനൊരു കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചു. നിങ്ങൾ കണക്കുകൾ വെച്ചാൽ 10 വർഷം കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് കണക്കില്ലെങ്കിലും ആ കണക്ക് ഞങ്ങളുടെ അടുത്ത് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കൊരു അട്രാക്ഷൻ വന്നു. അങ്ങനെ കുറച്ച് കമ്പനികളുടെ കണക്കുകൾ ഞങ്ങൾ നോക്കി തുടങ്ങി 14 മുതൽ. പക്ഷെ അതിൻ്റെ ഒരു കണക്കിൻ്റെ കംപ്ലീറ്റ്ലി മൈഗ്രേഷൻ എന്ന് പറയുന്നത് ടാക്സ് വന്നതിന് ശേഷമാണ്. ഒമാൻ ഓൾ ഓവർ GCCയിൽ, എസ്പെഷ്യലി UAE ആൻഡ് സൗദി അറേബ്യ. ആ സെക്യൂർ ടാഗിൻ്റെ വളർച്ചയിലോട്ട് നമുക്ക് കിടക്കാം. എന്തൊക്കെ സേവനങ്ങളാണ് നിങ്ങൾ മാർക്കറ്റിലേക്ക് കൊടുക്കാൻ തുടങ്ങിയത്? വളർച്ച എങ്ങനെയായിരുന്നു പിന്നീട്? സെക്യൂർ ടാഗ് ഇനീഷ്യലി അക്കൗണ്ടിങ് സർവീസ്, അതുപോലെ വാറ്റിൻ്റെ സർവീസ്, വാറ്റ് ഫയലിംഗ്, റീഫണ്ട്, ഇതൊക്കെയാണ് ആദ്യഘട്ടങ്ങൾ ഉണ്ടായിരുന്നത്. വളർച്ചയുടെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ട് ഓഡിറ്റിലേക്ക് കമ്പനിയുടെ സ്റ്റാഫിൻ്റെ എണ്ണം കൂട്ടിക്കൊണ്ട് അതിലേക്ക് വന്നു. ഇപ്പോൾ പ്രസൻ്റ്ലി പറയുകയാണെങ്കിൽ സെക്യൂർ ടാഗിനെ സംബന്ധിച്ച് ഫിനാൻസിൻ്റെ എല്ലാ മേഖലയും സെക്യൂർ ടാഗ് കവർ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഈ കമ്പനിയുടെ ഇൻറ്റേർണൽ റീസ്ട്രക്ചറിങ്, ഇൻറ്റേർണൽ ഓഡിറ്റുകൾ, സ്റ്റോക്ക് ഓഡിറ്റ് തുടങ്ങി ബാങ്ക് ഓഡിറ്റ്, ഇങ്ങനെ ഒരു പുതിയ സംരംഭകം വരുമ്പോൾ, ഒരു എൻ്റർപ്രണർ വരുമ്പോൾ അവർക്ക് ആവശ്യമുള്ള തുടങ്ങി നിലവിൽ എസ്റ്റാബ്ലിഷ് ആയ കമ്പനികൾക്ക് വേണ്ട എല്ലാ സർവീസും നമ്മൾ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഏകദേശം 7000 കസ്റ്റമർ ബേസ് ഓൾ ഓവർ GCC നമുക്ക്. എത്ര ബ്രാഞ്ചുകൾ? 19ഓളം ബ്രാഞ്ചുകൾ, 19 ബ്രാഞ്ചുകളുണ്ട്. വെരി ഗുഡ്. എവിടെയൊക്കെയാണത്? അതിൽ ഏറ്റവും കൂടുതൽ ബ്രാഞ്ചുള്ളത് ഒമാനിലാണ്. ഒമാനിൽ നമുക്ക് 10ഓളം ബ്രാഞ്ചുണ്ട്. ഒമാൻ്റെ ഒരു ജോഗ്രഫി നോക്കുമ്പോൾ ഒമാൻ്റെ എല്ലാ മേഖലയും ഞങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. UAE സംബന്ധിച്ച് നമുക്കൊരു 3 ബ്രാഞ്ചുണ്ട്. ബഹ്റൈൻ, ഖത്തർ, സൗദി, ഇന്ത്യയിൽ 2 ബ്രാഞ്ചുകളുണ്ട്. ശരി. അപ്പോൾ 19 ബ്രാഞ്ച്. നമുക്ക് എത്ര പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്? നിലവിൽ ഡയറക്റ്റായിട്ട് 228 പേര് സോഫാർ അൺടിൽ ടുഡേ. താങ്കൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളെന്ന് 228 ഫാമിലികൾക്ക് എന്നെ നൽകുന്ന രീതിയിൽ വളർന്നു എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ്. റിയാസ്, അവിടെ ചോദിച്ചോട്ടെ, ഇതിനിടയിൽ താങ്കൾ ഒരു എഡ്യൂക്കേഷണൽ സെക്ടറിലും കൂടി കൈവച്ചു. അതെ അതെ. സെക്യൂർ ഫിൻ അക്കാദമി. എന്താണത്? സെക്യൂർ ഫിൻ അക്കാദമി ആക്ച്വലി ഞങ്ങളൊരു പുതിയ മേഖല കണ്ടെത്തിയതല്ല. ഞാൻ പറഞ്ഞില്ലേ, 7000 ക്ലയൻറ്റ് ബേസ് ഉള്ള ഒരു സ്ഥാപനമാണ് സെക്യൂർ ടാഗ്. സ്വാഭാവികമായിട്ട് ഞങ്ങൾ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഞങ്ങൾ കസ്റ്റമറായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ ഏറ്റവും വലിയ പ്രോബ്ലം, ഇവരിലേക്ക് വരുന്ന അക്കൗണ്ടൻറ്റുമാർ പ്രോപ്പർ ട്രെയിൻഡ് അല്ല. ചിലപ്പോൾ ഒരു വിസിറ്റിംഗ് വിസ എടുത്തിട്ടോ ചിലപ്പോൾ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആയവരോ വന്ന് ഇവരെ അക്കൗണ്ടൻറ്റുമാരെ പഠിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് ബിസിനസ് ഓണേഴ്സ് എത്തുന്ന ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് GCCയിലെ അക്കൗണ്ടിങ് സിസ്റ്റം അല്ല GCCയിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന രീതി പഠിച്ചിട്ട് വന്നാൽ കുറച്ചുകൂടി എളുപ്പമില്ലാതൊരു ചിന്തേൻ്റെ പുറത്താണ് സെക്യൂർ ഫിൻ വരുന്നത്. അപ്പോൾ സെക്യൂർ ഫിൻ എന്ന് പറയുമ്പോൾ അറിയാം നമുക്ക് CMA US, അതുപോലെ CMA ഇന്ത്യ, അതുപോലെ ACCA കോഴ്സുകളൊക്കെ കഴിഞ്ഞ ആളുകൾ ചെറിയ വേതനങ്ങൾക്കാണ് ആദ്യഘട്ടങ്ങളിൽ അവർ വർക്ക് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവുന്നത്. അതൊരു സാച്ചുറേഷൻ ലെവൽ എത്തിയത് കൊണ്ടും പിന്നെ കോഴ്സ് കംപ്ലീറ്റ് തിയറി പോകുന്നൊരവസ്ഥ ഉള്ളത് കൊണ്ടാണ്. സെക്യൂർ ടാഗിനെ സംബന്ധിച്ച് ഗൾഫ് പ്ലസ് ഇന്ത്യൻ അക്കൗണ്ടിങ് പ്രോപ്പറായിട്ട് 0 തിയറി 100% പ്രാക്ടീസ്, ഇതാണ് ഞങ്ങളുടെ മോട്ടോ. ഇത്തരത്തിൽ ട്രെയിനിങ് കൊടുത്തുകൊണ്ട് റിയൽ വർക്ക് അറ്റ്മോസ്ഫിയറിൽ പഠിപ്പിച്ചുകൊണ്ട് അവർക്കൊരു 10,000-12,000 15,000 സാലറി പോകുന്നതിന് പകരം അവരൊരു 75-1 ലാഖിൻ്റെ മുകളിലേക്ക് സാലറിയിലേക്ക് അവരെ ഒരു സഡൻ പുഷ് ചെയ്ത് വിടുകയാണ്. അത് ഈ കോഴ്സുകൾ എവിടെയൊക്കെയാണ് നടത്തുന്നത്? നിലവിൽ കോഴിക്കോടും അതുപോലെ പെരിന്തൽമണ്ണ ഞങ്ങളുടെ ക്യാമ്പസിലുമാണ്. 2 ക്യാമ്പസ് ഉണ്ട് അവിടെ അറ്റ് ദ മൊമെന്റ്. 2 ക്യാമ്പസ് ഉണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന വിദ്യാർത്ഥികൾ പ്രാക്ടിക്കലായി GCCയിലെ വാറ്റ് എന്താണ്, എങ്ങനെയാണിത് ചെയ്യേണ്ടത്, അതോടൊപ്പം ഇന്ത്യൻ സിസ്റ്റം, ഇതെല്ലാം പഠിച്ചതിന് ശേഷം നേരിട്ട് അവർക്ക് തൊഴിൽ കിട്ടുകയാണോ? അവർക്ക് 2 തരത്തിലാണ് ജോലിക്ക് സാധ്യത. ഒന്ന്, ഞങ്ങൾക്ക് തന്നെ ഓപ്പണായിട്ട് പൂൾ അവൈലബിൾ ആണ്. ഞങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് അക്കൗണ്ടൻ്റായിട്ടും ഓഡിറ്റേഴ്സായിട്ടും പോസ്റ്റുകൾ വരാറുണ്ട്. ഇത് കൂടാതെ ഞങ്ങൾ ക്ലയൻറ്റ് ബേസ്, ഇപ്പം ജസ്റ്റ് ഇമാജിൻ ചെയ്താൽ 7000 ക്ലയൻറ്റ് ഉണ്ടെങ്കിൽ ഒരു 710% എന്തായാലും എല്ലാ 2 വർഷം കൂടുമ്പോൾ അക്കൗണ്ടൻറ്റ് മാറുന്നതും അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്പാൻഡ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞങ്ങളിൽ നിന്ന് ട്രെയിനിങ് എടുത്ത ഒരു കാൻഡിഡേറ്റാന്ന് പറയുമ്പോൾ ഒന്നും കൂടെ പ്രിഫറൻസ് കൂടുതലായിട്ടാണ് ഞങ്ങൾ മാർക്കറ്റിൽ ഫീൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ താങ്കൾ ഈ കോഴ്സും ഉണ്ട്, അതിനോടൊപ്പം തന്നെ സെക്യൂർ ടാഗിൻ്റെ ബാക്കിയുള്ള സേവനങ്ങളും ഉണ്ട്. തീർച്ചയായും. അപ്പോൾ വല്ലാത്തൊരു വളർച്ച തന്നെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട്. താങ്കൾ ഒരു സംരംഭകനാണ്, 7000 സംരംഭകരെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അവിടെയാണ് അടുത്ത ചോദ്യം. പൊതുവേ നമ്മൾ കണ്ടിട്ടുള്ളത്, നാട്ടിലും ഇല്ല എന്നല്ല, നാട്ടിലും ഉണ്ട്, GCCയിലൊക്കെ സ്മോൾ ആൻഡ് മീഡിയം ഓൺട്രപ്രണേഴ്സ് എപ്പോഴും ഈ പറയുന്ന പേപ്പറിൽ എഴുത്തും അതിനോടൊപ്പം തന്നെ എക്സൽ എത്താത്ത ആൾക്കാർ പോലും ഉണ്ട്. എന്താണ് ഇന്നത്തെ കാലത്ത് ഈ ഇൻറ്റേർണൽ ഓഡിറ്റ്, സ്റ്റോക്ക് ഓഡിറ്റ്, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ, ഇത്തരം കാര്യങ്ങളിലേക്ക് അവരെ ശ്രദ്ധ ചെലുത്തേണ്ട ആവശ്യകത എന്താണ്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്? എനിക്ക് ആദ്യഘട്ടത്തിൽ സംരംഭകരോട് പറയാനുള്ളത്, നിങ്ങൾ
ഒരു ബിസിനസ് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ വെക്കേണ്ട ഒരു പോസ്റ്റൽ അക്കൗണ്ടൻ്റ് ആണ്. കാരണം നിങ്ങൾ ബിസിനസ് വളർന്ന തിരക്കിൽ മാർക്കറ്റിങ്ങും പ്രൊഡക്റ്റ് റിക്വയർമെൻറ്റ് തിരക്കിലും സപ്ലൈ തിരക്കിലും ഒക്കെ ബിസി ആയിരിക്കും. സർവീസ് സെക്ടർ ആണെങ്കിൽ കസ്റ്റമർ മീറ്റിംഗ് ഇങ്ങനെയൊക്കെ തിരക്കായിരിക്കാം. ഈ സമയത്ത് നിങ്ങളുടെ ദൈനംദിന ചെലവുകളും കമ്പനിയുടെ ഓപ്പറേഷൻ എക്സ്പെൻസും ഇതൊക്കെ മാനേജ് ചെയ്യാൻ ഒരു അക്കൗണ്ടൻറ്റ് നിർബന്ധമാണ്. ഇനി തുടങ്ങിയ കസ്റ്റമർ ആണെങ്കിൽ അവരെ സംബന്ധിച്ച് അക്കൗണ്ടിങ് നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോകും പോലെ അവരുടെ അക്കൗണ്ടൻറ്റിനെ ഒന്ന് കൺസൾട്ട് ചെയ്ത് അയാൾ റൈറ്റ് ട്രാക്കിലാണോ പോകുന്നത് അതോ റോങ് ആണോ. കാരണം അക്കൗണ്ടൻറ്റിൻ്റെ ഒരു പ്രോപ്പർ ഒരു ശ്രദ്ധ അക്കൗണ്ട്സിൽ ഇല്ലെങ്കിൽ, ഓണർ ശ്രദ്ധിച്ചില്ല, അക്കൗണ്ടൻറ്റ് ശ്രദ്ധിച്ചില്ല എങ്കിൽ ആ ബിസിനസ് തകരാൻ അത് മാത്രം മതി. അപ്പോൾ തീർച്ചയായും ഒരു സ്ഥാപനത്തിൽ ഒരു ന്യൂ എൻ്റർപ്രനോട് പറയാനുള്ളത് അക്കൗണ്ടിങ് സിസ്റ്റം അക്കൗണ്ട്സ് പ്രോപ്പർ ആക്കുന്നുള്ളതാണ്. ബാക്കിയൊക്കെ വഴിയെ വന്നോളൂ. താങ്കൾ ഇവിടെ എത്ര വർഷമായി GCCയിൽ ടോട്ടൽ 18 വർഷമായി. ഈ 18 വർഷമായി ഒരു ബിസിനസ് ചെയ്ത പരിശീലനവും അതിനോടൊപ്പം തന്നെ 7000 കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്തുള്ള ആ അറിവും വെച്ച് ഞാൻ ചോദിക്കുകയാണ്, GCC പോലൊരു സ്ഥലത്ത് നിരവധി സംരംഭകരാണ് വന്ന് സംരംഭം തുടങ്ങാൻ ശ്രമിക്കുന്നത്. അത്തരം ആൾക്കാരോട് എന്ത് ഉപദേശമാണ് നൽകാനുള്ളത് അവർ വിജയിക്കണമെങ്കിൽ? പൊതുവേ GCC രാജ്യം നമുക്കറിയാം ഒരു ടാക്സ് ഹെവൻ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ലോകത്തിലെ ഏറ്റവും ചെറിയ ടാക്സ് സിസ്റ്റം ഉള്ള രാജ്യങ്ങൾ. ഇപ്പോഴും ഡയറക്റ്റ് ടാക്സ്, അതായത് സെയിൽസ് ടാക്സ്, വാറ്റ് വന്നപ്പോഴും UAE അല്ലെങ്കിൽ ഒമാനൊക്കെ 5% തന്നെയാണ്, 5% കണ്ടിന്യൂ ചെയ്യുന്നത്. സൗദി അറേബ്യ 15%ലേക്കും ബഹ്റൈൻ 10% മാറ്റിയിട്ടുണ്ടെങ്കിൽ പോലും. അപ്പോൾ ടാക്സ് ഹെവൻ ആയതുകൊണ്ട് ഇവിടെ നമുക്ക് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കേണ്ട ടാക്സ് വളരെ കുറവാണ്. അപ്പോൾ ഒരു പുതിയൊരാളെ സംബന്ധിച്ച് GCC ചെയ്യുമ്പോൾ ഒരു ഗ്രൗണ്ട് സ്റ്റഡി, അവർ ചെയ്യാൻ പോകുന്ന ബിസിനസ് എന്താണോ അതിനെപ്പറ്റി ഒരു ഗ്രൗണ്ട് സ്റ്റഡി നടത്തി, ഒരു ഫീസിബിലിറ്റി റിപ്പോർട്ട്, തീർച്ചയായും ഫീസിബിലിറ്റി റിപ്പോർട്ട് നടത്തി ആ പ്രൊഡക്റ്റിൻ്റെ കോമ്പറ്റീറ്റീവ്സ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വന്നാൽ ഒരു പരിധിവരെ അവർക്ക് വീഴ്ചയുടെ ആഘാതം കുറക്കാൻ പറ്റും. തീർച്ചയായിട്ടും. വേറെന്താ ചെയ്യേണ്ടവർ? വേറെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് ആൾക്കൊരു ഡ്രീം ഉണ്ടാവാം, ഇന്ന ബിസിനസ് ചെയ്യണം. അതിനപ്പുറത്തേക്ക് മാർക്കറ്റിൽ എന്താണോ ഡിമാൻഡ് അത് ചെയ്യാന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിന് ഫീസിബിലിറ്റി റിപ്പോർട്ട് ഒരു പരിധിവരെ സഹായിക്കും. അതിനോടൊപ്പം ഒരു രാജ്യത്ത്, പ്രത്യേകിച്ച് GCCയിൽ ഇവിടുത്തെ നിയമങ്ങൾ പാലിക്കേണ്ട ആവശ്യകത എന്താണ്? തീർച്ചയായും GCC ലോകത്ത് ഏത് രാജ്യങ്ങളിലായാലും നിയമം പാലിക്കലും മാൻഡേറ്ററിയാണ്. GCCനെ സംബന്ധിച്ച് GCC രാജ്യങ്ങൾക്ക് കോമൺ ആയിട്ടൊരു വൈഡ് അഗ്രിമെൻറ്റ് പ്രകാരം ചില നിയമങ്ങൾ കോമൺ ആയിട്ടുണ്ട്. ഓരോ രാജ്യങ്ങൾക്കും സ്പെസിഫിക് ആയിട്ട് നിയമങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയാൻ വാറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് 2018 സൗദിയിലും UAEയിലും, ബഹ്റൈനിൽ പിന്നെ വന്നു, ഒമാനിൽ പിന്നെ വന്നു. അപ്പോൾ ഇപ്പം ഞങ്ങളെ ഏരിയ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ ചില മാൻഡേറ്ററി ഒബ്ലിഗേഷൻസ് ഉണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് പാലിക്കുക. പാലിച്ചു കഴിഞ്ഞാൽ ആദ്യം അടക്കേണ്ട എമൗണ്ട് എന്താണ് അതിലൊതുങ്ങും. പാലിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായും വലിയ ഫൈന് വന്നതുകൊണ്ട് നമ്മളെ ബുദ്ധിമുട്ടിൽ അത് ഫൈനിൽ മാത്രം ഒതുങ്ങില്ല, ചിലപ്പോൾ ലീഗലിയുള്ള കോംപ്ലിക്കേഷൻസും കൂടെ ബിസിനസ് ഓണേഴ്സിന് വരാം. താങ്കൾ എക്സ്പെർട്ട് നൽകി ഞാൻ ചോദിക്കുകയാണ്, 7000 കസ്റ്റമേഴ്സ് ഉണ്ട്. പലപ്പോഴും ഈ സംരംഭകർ ഇവിടെ വന്ന് വിജയിച്ചവരുടെ ഗാഥ നമ്മൾ കേൾക്കുമ്പോഴും കൂടുതലും പരാജയപ്പെട്ടവരാണ്. എന്തുകൊണ്ടാണ് GCCയിൽ ഒരു ബിസിനസ് തുടങ്ങിയിട്ട് അവർ പരാജയപ്പെടുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബിസിനസ് തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു പ്രോപ്പർ സ്റ്റഡി ആദ്യഘട്ടം ആവശ്യമാണ്. ചിലപ്പോൾ ഒരുപക്ഷെ നല്ല സ്റ്റഡി നടത്തിയ ആളുകളും പരാജയപ്പെടാം. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഒരു 10% ലക്കും 90% ഹാർഡ് വർക്കുമാണ്. പിന്നെ അൾട്ടിമേറ്റ്ലി ഒരു കമ്പനിയെ സംബന്ധിച്ച് സ്റ്റാഫിന് നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഒരു കസ്റ്റമർ ഈസ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ തന്നെ സ്റ്റാഫ് ഈസ് ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മൾ സ്റ്റാഫിനെ പ്രോപ്പർ ട്രീറ്റ് ചെയ്താലും, സ്റ്റാഫിന് പ്രോപ്പർ ട്രെയിനിങ് കൊടുത്താലും, സ്റ്റാഫിനെ പ്രോപ്പർ മെയിൻറ്റെയിൻ ചെയ്താലേ അവർക്ക് ബെസ്റ്റ് സർവീസ് കസ്റ്റമർ കൊടുക്കാൻ പറ്റുള്ളൂ. പലപ്പോഴും പല സംരംഭം പരാജയപ്പെടുന്നത് കണ്ടത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ടോ എൻ്റർപ്രണർ ശരിയില്ലാത്തത് കൊണ്ടോ അല്ല, ചിലപ്പോൾ സ്റ്റാഫിങ്ങിൽ പ്രോപ്പർ അലോക്കേഷൻ ഇല്ലാത്തതുകൊണ്ടും ബിസിനസ് പരാജയപ്പെടാം. പിന്നെ മാർക്കറ്റ് സാഹചര്യം അറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാർക്കറ്റ് ട്രെൻഡ് അനുസരിച്ചിട്ട് ചില പ്രൊഡക്റ്റുകൾ. അതിനോടൊപ്പം ഒരു സംരംഭം തുടങ്ങുമ്പോൾ പലരുടെയും ധാരണ ആദ്യ ദിവസം, ആദ്യ മാസം, ആദ്യ ആഴ്ച തന്നെ പ്രോഫിറ്റ് എടുക്കാമെന്നാണ്. താങ്കളുടെ എക്സ്പീരിയൻസ് എന്താണ്? അല്ല, അത് തികച്ചും ഒരു തെറ്റായ ഒരു പ്രതീക്ഷയാണ്. ഏതൊരു ബിസിനസ് തുടങ്ങുന്ന ആളെ സംബന്ധിച്ച് മിനിമം ഒരു 6 മാസം മുതൽ 1 വർഷം വരെ ഒരു ഓപ്പറേഷൻ കോസ്റ്റ് നമ്മൾ തീർച്ചയായും കയ്യിൽ വെക്കേണ്ടതാണ്. 1. 2, ലോൺ എടുത്ത് ബിസിനസ് ചെയ്യേണ്ട എന്നല്ല, പരമാവധി ലോണിൽ ചെയ്യുന്ന ബിസിനസ്സുകളൊക്കെ നമുക്ക് ലോൺ റീപേയ്മെൻ്റ് ഒക്കെ വന്നിട്ട് ബിസിനസ്സിൽ എന്തെങ്കിലും നമുക്കൊരു സ്റ്റക്ക് വരികയാണെങ്കിൽ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ബാധ്യതകൾ ലോൺ റീപേയ്മെൻ്റ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഉള്ളത് കൊണ്ട് ബിസിനസ് ചെയ്യാമെന്നുള്ള ഒരു പോളിസിയാണ് എനിക്ക് ഓണ്ടർപ്രണർ പറയാനുള്ളത്. താങ്കളുടെ തുടക്കം ദുബായിലാണ്, പക്ഷെ നമ്മൾ ഇന്നിരുന്ന് സംസാരിക്കുന്നത് മസ്കറ്റിലാണ്. താങ്കളുടെ ആസ്ഥാനം എവിടെയാണ്?
അതൊരു രസകരമായ ചോദ്യമാണ്. ആസ്ഥാനം സ്റ്റിൽ ദുബായ് തന്നെയാണ്. നമ്മൾക്കൊരു ഗ്രൗണ്ട് തന്നത് തുടക്കം എന്ന് പറയുന്നത് ദുബായാണ്. ദുബായിൽ കസ്റ്റമർ ബേസ് ഉണ്ട്. എന്നിരുന്നാലും ഒമാനിൽ കൂടുതൽ ക്ലയൻറ്റുകളും കൂടുതൽ സ്റ്റാഫും ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ പെർമനൻ്റ് ആയിട്ട് നിൽക്കുന്നത്. എന്നിരുന്നാലും ഒമാൻ, എന്നിരുന്നാലും ദുബായ്, UAE, ബഹ്റൈൻ, ഖത്തറൊക്കെ പോയിട്ട് വരാറുണ്ട്. ചോദ്യം വളരെ ട്രിക്കിയാണ്. താങ്കൾ എല്ലായിടത്തും ഓപ്പറേഷൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് ചോദിക്കാം പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്, ഇതിൽ ഏറ്റവും നല്ല മാർക്കറ്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ തെറ്റാവുമോ എന്ന് എനിക്കറിയില്ല. ഒരു എക്സ്പെർട്ട് എന്ന നിലയ്ക്ക് താങ്കൾക്ക് താങ്കളുടെ രീതിയിൽ പറയാം. അല്ല, ഇതൊരു ട്രിക്കി ചോദ്യം തന്നെയാണ്. കാരണം മാർക്കറ്റിനെ ഞങ്ങളെ സംബന്ധിച്ച് GCCയിലെ എല്ലാ മാർക്കറ്റും നല്ലത് തന്നെയാണ്. ഏറ്റക്കുറച്ചിൽ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഒരു പേഴ്സണൽ ചോയ്സ് ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരു കോമൺ ജനറലിസ്റ്റിക് പറയുകയാണെങ്കിൽ, ഒരു സംരംഭകനെ സംബന്ധിച്ച് ആദ്യം അവർക്ക് ജമ്പ് ചെയ്യാൻ പറ്റിയ മാർക്കറ്റ് UAE തന്നെയാണ്. കാരണം അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് 200-ൽ പല രാജ്യങ്ങളിൽ നിന്ന് ആളുകളുടെ വരുമ്പോൾ അവർക്ക് വേണ്ട സേവനങ്ങളും സർവീസുകളൊക്കെ പ്രൊഡക്റ്റൊക്കെ കൊടുക്കാൻ സാധിക്കുന്ന ഒരു മാർക്കറ്റാണ്. മെച്ചോർഡാണ്. പിന്നെ ലോകത്തിൻ്റെ എല്ലാ മാറ്റങ്ങളും ആദ്യം അഡാപ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ് UAE, എസ്പെഷ്യലി ദുബായ്. പിന്നെ ഒമാനെ പറ്റി പറയാം, സൗദി അറേബ്യ കുറച്ചും കൂടെ ആസ് കമ്പാരിറ്റീവ്ലി അർബനൈസേഷൻ കുറച്ചും കൂടെ കുറഞ്ഞ രാജ്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഇവിടെ കാണാം. അത് ഓപ്പർച്യൂണിറ്റീസും പ്രസൻറ്റ് ചെയ്യുന്നുണ്ടോ ഒമാൻ? തീർച്ചയായും. ഇപ്പോൾ UAEയിലുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റിയും ആസ് ഇറ്റ് ഈസ് നമുക്ക് ഒമാനിൽ കാണാൻ പറ്റില്ല. എന്നാൽ ചില മേഖലകളിൽ നന്നായിട്ട് സക്സസ് ആയവരും ഉള്ള ബിസിനസ്സുകാരുള്ളവരുടെ സ്ഥലവും കൂടിയാണ് ഒമാൻ. താങ്കളുടെ ബിസിനസ് ടാക്സ് എക്യുവർ, അതിനോടൊപ്പം തന്നെ ഫിൻകോർപ്പ്, എങ്ങനെയാണ് മറ്റുള്ള സ്ഥാപനങ്ങൾ ഇതേ ബിസിനസ് ചെയ്യുന്നവരിൽ നിന്ന് വ്യത്യസ്തമാണ്? എങ്ങനെയാണ്? ഞങ്ങൾക്ക് ഇപ്പോൾ സെക്യൂരിറ്റാഗിനെ സംബന്ധിച്ച് സെക്യൂരിറ്റാഗിന് യൂണീക്നെസ് പറയാനുള്ളത്, ഇപ്പോൾ ഒമാനെ സംബന്ധിച്ചാണ്. ഒമാനിൽ 10ഓളം ബ്രാഞ്ചുകളുണ്ട്. അപ്പോൾ മറ്റ് ഞങ്ങളെ കോമ്പറ്റീറ്റേഴ്സ് ഞാൻ പറയുന്നില്ല, മറ്റ് ഇതേ സർവീസ് കൊടുക്കുന്ന സ്ഥാപനങ്ങളെ സംബന്ധിച്ച് അവരുടെ സേവനങ്ങൾ ഒരുപക്ഷെ പരിമിതമായിരിക്കും ഒമാൻ മാർക്കറ്റ്. ഇപ്പോൾ ജോഗ്രഫിക്കലി ഒമാനിൽ ഞങ്ങൾ 10ഓളം ബ്രാഞ്ചുകൾ ഉള്ളതുകൊണ്ടും കൂടുതൽ സ്റ്റാഫ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു വ്യക്തമായ സേവനങ്ങൾ ഒമാൻ്റെ എല്ലാ ഭാഗത്തും കൊടുക്കാൻ സാധിക്കും. അതാണ് ഒമാനെ സംബന്ധിച്ച് യുണീക്ക് എന്ന് പറയുന്നത്. UAE സംബന്ധിച്ച് നമ്മുടെ ഒരു സെക്ടർ എന്ന് പറയുന്നത് നമ്മൾ ഒരു ചില നിഷ് ഏരിയകൾ കേന്ദ്രീകരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിലുള്ള വർക്കുകൾ നമുക്ക് കിട്ടാറുണ്ട്. പിന്നെ കൂടുതലും ഞങ്ങളുടെ ഒരു ക്ലയൻറ്റ് ബേസ് എന്ന് പറയുന്നത് റെഫറൽ മാർക്കറ്റിങ്ങിലൂടെയാണ്. ഞങ്ങൾ നല്ല സേവനങ്ങൾ കസ്റ്റമർക്ക് കൊടുക്കുകയും അവർ റെഫർ ചെയ്തുകൊണ്ട് പുതിയ ലീഡ് ജനറേറ്റ് ആവുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഞങ്ങൾ പൊതുവെ കണ്ടുവരാറ്. ഇതിന് ഞങ്ങളുടെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിന് വ്യക്തമായ ഒരു റോള് ഇതിലുണ്ട്. കാരണം അവരെ സംബന്ധിച്ച് അവർ സ്വന്തം കമ്പനിയായിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ അവർ വർക്കിലാണുള്ളത്. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. തീർച്ചയായും സ്റ്റാഫ് എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് തിരിച്ചു വരാം. താങ്കൾ ട്രാവലിംഗും ഇഷ്ടമുള്ള ഒരാളാണ്? തീർച്ചയായും ട്രാവലിംഗ് നന്നായിട്ട് പോകുന്ന ആളാണ്. പിന്നെ പഠനകാലത്ത് തന്നെ ഏകദേശം ഇന്ത്യയിലെ 25ഓളം സംസ്ഥാനങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. 3 സംസ്ഥാനങ്ങളെ ബാക്കി കവർ ചെയ്യാനുള്ളൂ. പഠനത്തിന് ശേഷം ഈ പറയുന്ന പോലെ ഫിനാൻഷ്യലി പ്രോബ്ലമൊക്കെ സമയത്തും ബിസിനസ്സിൻ്റെ അപ്പ് ഡൗൺ സമയത്തൊക്കെ കുറച്ച് യാത്രകൾ കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് യാത്രകൾ. താങ്കളുടെ എളിയ വിജയത്തിൻ്റെ പിന്നിൽ രഹസ്യം എന്താണ്? തീർച്ചയായും ഫാമിലി സപ്പോർട്ട് വലിയ ഘടകമാണ്. അപ്പം ഒരു പ്രൈമറി വിദ്യാഭ്യാസത്തിനപ്പുറത്തേക്ക് വിദ്യാഭ്യാസം ഇല്ലാതിരുന്നിട്ട് കൂടി ഉമ്മ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഇതിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ ഉമ്മയുടെ ഒരു ഇടപെടൽ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഫാമിലി, ഭാര്യ, കുട്ടികൾ, അവരുടെ ഒരു പ്രസൻസ്, സപ്പോർട്ട് ആവശ്യമാണ്. പലപ്പോഴും യാത്ര ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പോൾ ആ യാത്രകൾക്ക് അവരുടെ ഭാഗത്തൊരു സപ്പോർട്ട് കിട്ടാറുണ്ട്. പിന്നെ ഫാമിലി മെമ്പേഴ്സ്, സുഹൃത്തുക്കൾ. പിന്നെ ഇതിലൊരു എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സ്. കാരണം 7000-ലധികം കസ്റ്റമേഴ്സ് ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ഒരു സപ്പോർട്ട്, അവരുടെ ഒരു എടുത്തു പറയേണ്ട സംഗതിയാണ്. പിന്നെ സ്റ്റാഫ്, എല്ലാ സ്റ്റാഫുകളും ഞങ്ങൾക്കൊരു സ്റ്റാഫിനെ ഹയർ ചെയ്യുമ്പോൾ ഒരു കൃത്യമായ ക്രൈറ്റീരിയ 2-3 മാസം ഞങ്ങൾ വെക്കാറുണ്ട്. ഞങ്ങളുമായിട്ടൊരു അലൈൻ ചെയ്ത് പോകുന്ന ആളുകളെ മാത്രമേ പെർമനൻ്റ്ലി കണ്ടിന്യൂ ചെയ്യിപ്പിക്കാറുള്ളൂ. അങ്ങനെ ചെയ്യിപ്പിക്കുന്ന ആളുകൾ കമ്പനി വിട്ട് പോകാറില്ല. 6 വർഷം 8 വർഷമൊക്കെ ആയിട്ടുള്ള സ്റ്റാഫുകളാണ് ഞങ്ങളെ കൂടെ കൂടുതലുള്ളവർ. അതിൽ ഈ സെയിൽസിലുള്ളവർക്കൊക്കെ നന്നായി റിവാർഡും കിട്ടുന്നുണ്ട്. തീർച്ചയായും ഞങ്ങളൊരു മറ്റ് കമ്പനികളുടെ കോപ്പി ചെയ്യാത്തൊരു ഇൻസെൻറ്റീവ് സിസ്റ്റമാണ് ഞങ്ങൾ കമ്പനിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ തന്നെ നല്ല വരുമാനം ഉണ്ടാക്കുന്ന മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവുമാരുണ്ട്. ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ അവരുടേതായ രൂപത്തിൽ അവർ മാർക്കറ്റിൽ അത്രയും ക്ലച്ച് പിടിച്ച് പോകുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ച് അവരൊരു പണത്തിനപ്പുറത്തേക്ക് അവരൊരു പാഷനായി കണ്ടുകൊണ്ട് ബിസിനസ്സിനെ അപ്രോച്ച് ചെയ്യുന്ന ആളുകളാണ്. കൂടാതെ ഇൻസെൻറ്റീവ് സെക്ഷൻ നന്നായിട്ട് ഒരു സാലറിയുടെ 3 times ഒക്കെ ഇൻസെൻറ്റീവ് ആകുന്ന അനേകം സ്റ്റാഫുകൾ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ അതൊരു സ്റ്റാഫിൻ്റെയും കൂടിയുള്ള വളർച്ചയാണ്. തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്റ്റാഫ് നമുക്കൊരു പ്രൈം ഘടകം തന്നെയാണ് സ്റ്റാഫ്. അപ്പോൾ സ്റ്റാഫ് അവരുടേതായ രൂപത്തിൽ അവരെന്ത് ചെയ്യുന്നു,
നന്നായിട്ട് ഹാർഡ് വർക്ക് സ്വന്തം കമ്പനി പോലെ ട്രീറ്റ് ചെയ്തിട്ടാണ് അവർ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. നമ്മളെ ഭാഗത്ത് നമ്മൾ ചെറിയ സപ്പോർട്ട് അവർ കൊടുക്കുന്നതെന്ന് മാത്രം. വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. താങ്കൾക്ക് സെക്യൂർ ടാഗും ഉണ്ട്, സെക്യൂർ ഫിൻകോർപ്പും ഉണ്ട്. ഈ രണ്ട് സ്ഥാപനങ്ങളുടെയും ഭാവി സ്വപ്നങ്ങൾ എന്താണ്? സെക്യൂർ ടാഗിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളിപ്പോൾ ഓൾറെഡി ഫിനാൻസ് റിപ്പോർട്ടിംഗ് മേഖലയിൽ പല ഏരിയയും വാറ്റ് മുതൽ ഓഡിറ്റ് മുതൽ കവർ ചെയ്യുന്നുണ്ട്. ഇൻകം വാറ്റ് ഓഡിറ്റ് അതുപോലെ ഇൻറ്റേർണൽ ഓഡിറ്റ് എന്ന മേഖലകളൊക്കെ കവർ ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ ഞങ്ങളിപ്പോൾ ഒരു കഴിഞ്ഞ വർഷം മുതൽ തുടങ്ങിയ ഒരു മാർക്കറ്റിൽ ഓൾറെഡി നിലവിലുണ്ടെങ്കിലും ഞങ്ങൾ ഹ്യൂമൻ സ്ട്രെങ്ത്തൊക്കെ ഉറപ്പുവരുത്തിയതിന് ശേഷം തുടങ്ങിയൊരു മേഖലയാണ് വെർച്വൽ അക്കൗണ്ടൻറ്റ് ഓർ വെർച്വൽ CFO. ഇപ്പോൾ ചെറിയ കമ്പനിയെ സംബന്ധിച്ചാണെങ്കിൽ ഒരു വെർച്വൽ അക്കൗണ്ടൻറ്റ്, ഇപ്പോൾ നമുക്കറിയാം എല്ലാ ആളുകൾക്കും സ്വന്തമായിട്ട് അക്കൗണ്ടൻറ്റ് വെക്കാൻ ചിലപ്പോൾ സാമ്പത്തികമായിട്ടോ വിസപരമായിട്ടോ സാധിച്ചത് വരില്ല. അത്തരം കമ്പനികൾക്ക് ഞങ്ങൾ കൊടുക്കുന്ന സൊല്യൂഷൻ വെർച്വൽ അക്കൗണ്ടൻറ്റ്. അതായത് അവരെ കൈകാര്യം ചെയ്യാൻ, അവരെ ഒരു ഡീല് ചെയ്യാൻ ഒരു അക്കൗണ്ട്സ് മാനേജർ നമ്മളെ കൂടെ ഉണ്ടാവും. പുള്ളിക്കാരൻ ഈ കമ്പനിയോട് ഇൻട്രാക്ട് ചെയ്തിട്ട് അവരുടെ ഡേ ടു ഡേ എക്സ്പെൻസും മന്ത്ലി എക്സ്പെൻസൊക്കെ വാങ്ങിക്കൊണ്ട് ഒരു സീനിയറിൻ്റെ സപ്പോർട്ടോട് കൂടി മന്ത്ലി റിപ്പോർട്ടിംഗ് കൊടുക്കുന്ന ഒരു അക്കൗണ്ടൻറ്റ് എന്താണോ ചെയ്യുന്നത് അത് തന്നെ ഈ വെർച്വൽ അക്കൗണ്ടൻറ്റ് ചെയ്യും. വലിയ മീഡിയം ലെവൽ അല്ലെങ്കിൽ വലിയ കമ്പനിയെ സംബന്ധിച്ചാണെങ്കിൽ ഒരു CFOനെ ഹയർ ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു കോസ്റ്റ്ലി പാർട്ടാണ്. അപ്പോൾ ഞങ്ങൾ ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ACC അഫിലിയേറ്റ് ഒക്കെ ഉള്ള ഒരു സ്ഥാപനമായതുകൊണ്ട് തന്നെ ഇവരുടെ സേവനങ്ങൾ ഒരു കൺസൾട്ടൻസി രൂപത്തിൽ കൊടുക്കാനും ഒരു കൃത്യമായ ദിശാബോധം ബിസിനസ് ഓണേഴ്സിന് കൊടുക്കാനും നമ്മുടെ വെർച്വൽ CFO സർവീസ് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി നിലവിൽ നിരവധി സ്ഥാപനങ്ങൾക്ക് ഈ ഒരു സർവീസ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. സെക്യൂർ ഫിന്നിൻ്റെ എന്താണ് സ്വപ്നം? സെക്യൂർ ഫിൻ ബേസിക്കലി ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിലാണുള്ളത്. നാട്ടിലൊരു CMA CCA കോഴ്സുകൾക്കുള്ള സാച്ചുറേഷൻ ലെവൽ എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ സെക്യൂർ ഫിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെക്യൂർ ഫിന്നെ സംബന്ധിച്ച് അടുത്തൊരു ലെവൽ എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു 4ഓളം സെൻറ്ററുകളും ബാംഗ്ലൂർ, കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ ഞങ്ങൾ ഒരു അടുത്ത 2 വർഷം കൊണ്ട് സ്ഥാപനം ഹോപ്പ്ഫുള്ളി സ്റ്റാർട്ടാകും. ഇത് കൂടാതെ ഗാന, ഈജിപ്ത് അതുപോലെ ബംഗ്ലാദേശ് ഈ 3 രാജ്യങ്ങളിലേക്കും കൂടെ എക്സ്പാൻഷൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. സെക്യൂർ ടാഗ് വളർച്ചയുടെ പാതയിലാണ്. വളരെ സന്തോഷമുണ്ട് റിയാസ്. കാരണം താങ്കളൊരു ജോലി ചെയ്ത് ഒതുങ്ങി പോകുമായിരുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് ഒരു സംരംഭം തുടങ്ങിയെങ്കിലും വളരെ ലാഭകരമായിട്ടല്ലെങ്കിലും ചെറിയ ചെറിയ തട്ടിമുട്ടി പോയെടുത്തുനിന്ന് ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്തി താങ്കൾ അതിലൂടെ പിടിച്ചു കയറി ഇന്നിപ്പോൾ GCC മുഴുവൻ സ്പ്രെഡായി കിടക്കുകയാണ്. നാട്ടിലും സൗദിയിലും ഒമാനിലും ദുബായിലും ഖത്തറിലുമൊക്കെ നിങ്ങൾക്ക് ഓഫീസുകളും ഓപ്പറേഷൻസും ആയി എന്നറിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. അതിനോടൊപ്പം തന്നെ 200-ൽ പരം കുടുംബങ്ങൾ നമ്മളുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നു, അവർക്ക് താങ്കൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്ന് പറയുന്നത് അതിനേക്കാളും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. നിങ്ങൾ കേട്ടു റിയാസ്. അദ്ദേഹം നാട് വിട്ട് കുറേ പഠനമൊക്കെ നടത്തിയിട്ടുണ്ട്. അതിനുശേഷം നാട് വിട്ട് ദുബായിലെത്തുന്നു. അവിടെ നിന്ന് ഒരു തൊഴിൽ കണ്ടെത്തുന്നു. ആ കർമ്മമേഖലയിൽ നിന്ന് മാറി ഒരു സംരംഭം തുടങ്ങാൻ പ്രിപ്പയർഡായിരുന്നു. അദ്ദേഹം ബാക്കപ്പ് ഉണ്ടാക്കിയതിന് ശേഷമാണ് അതിൽ തുടങ്ങിയത്. അദ്ദേഹം ഒറ്റയ്ക്കാണ്, പാർട്ട്നേഴ്സ് പോലും ഇല്ല. അദ്ദേഹം തുടങ്ങുന്നു. അത് തട്ടിയും മുട്ടിയും പോകുമ്പോഴാണ് അദ്ദേഹം ഒരു ഓപ്പർച്യൂണിറ്റി കാണുന്നത്. ആ ഓപ്പർച്യൂണിറ്റി കയറി പിടിക്കുന്നു. ഇന്ന് സംരംഭകരെ സഹായിക്കുന്ന ഒരു ബിസിനസ്സാണ്. എന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ ബിസിനസ് തുടങ്ങിക്കഴിയുമ്പോൾ കാണിക്കുന്ന മണ്ടത്തരമാണ്. ചിലപ്പോൾ ഇൻവെസ്റ്റേഴ്സ് നമുക്കുണ്ടാവും, പാർട്ട്നേഴ്സ് നമുക്കുണ്ടാവും. ഈ ഫിനാൻഷ്യൽ ഡീലിംഗ് നമ്മുടെ വിചാരം നമ്മുടെ മനസ്സിലുണ്ടല്ലോ, ഒരു കുറിപ്പ് പുസ്തകത്തിൽ കുറിച്ചു വെച്ചിട്ടുണ്ടല്ലോ, ഇതൊന്നും ലീഗലായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളല്ല. പലപ്പോഴും പാർട്ട്ണർഷിപ്പിൽ തർക്കങ്ങളും ഇൻവെസ്റ്ററുമായി തർക്കങ്ങൾ ഉണ്ടാകുന്നതൊക്കെ എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കുക. ഇതൊക്കെ ലീഗലൈസ് ചെയ്ത് പ്രോപ്പറായി റെക്കോർഡിക്കലായി നിങ്ങൾ വളരണമെങ്കിൽ ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞൊരു സാധനമില്ലാതെ വളരാൻ പറ്റില്ല. സംരംഭങ്ങൾ വളരണമെങ്കിൽ സുതാര്യത ഉണ്ടാവണം. നമുക്കൊരു നല്ല ഇൻവെസ്റ്റർ കിട്ടണമെങ്കിൽ സുതാര്യത ഉണ്ടാവണം. അതിനായി സഹായിക്കുന്ന സെക്യൂർ ടാഗ് എന്ന ഒരു സ്ഥാപനം. മാത്രമല്ല GCCയിലെ എല്ലാ സംരംഭകരും നേരിടുന്നൊരു പ്രശ്നം, നമ്മുടെ ഇന്ത്യയിലും അതെ, എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ പഠിച്ചിറങ്ങിയവരെ പഠിപ്പിച്ചെടുക്കാൻ നോക്കിയാൽ കുറേയധികം സമയം നമ്മുടെ പോകും, ക്ഷമയറ്റും. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു കോഴ്സ് തന്നെ തുടങ്ങിയിരിക്കുകയാണ്. അത് എക്സ്പാൻഷൻ മോഡിലാണ്. എല്ലാ സ്ഥലങ്ങളിലേക്കും അവർ എക്സ്പാൻഡ് ചെയ്യുകയാണ്. ഇത്തരം സംരംഭകരും സംരംഭങ്ങളൊക്കെ നാട്ടിലുണ്ടാവട്ടെ. റിയാസിനെ പോലെ നിരവധി പേർക്ക് തൊഴിൽ കൊടുക്കാനാവട്ടെ. റിയാസ്, താങ്ക് യു സോ മച്ച്. ഒമാൻ ബിസിനസ് കോൺക്ലേവിലാണ് നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ടെങ്കിലും നേരിട്ട് കാണുന്നത്. അവിടെ വെച്ച് എനിക്ക് തോന്നിയിരുന്നു താങ്കളുടെ കഥ ഒരു സ്പാർക്കുള്ള കഥയാണ്. ഈ ഒമാൻ എഡിഷനിൽ മസ്കറ്റിലെ സ്റ്റുഡിയോയിലിരുന്ന് താങ്കളോട് സംസാരിക്കാനായത് വളരെ സന്തോഷമുണ്ട്. ഇത്രയധികം ഒരു ബിസിനസ് വളർത്തിയെന്ന വ്യക്തിയെന്നിൽ താങ്കൾക്കൊരു വലിയ സല്യൂട്ടും എൻ്റെ വ്യക്തിപരമായ പേരിലും എല്ലാ പ്രേക്ഷകരുടെ പേരിലും താങ്കളുടെ സ്ഥാപനത്തിനും എംപ്ലോയീസിനും കസ്റ്റമേഴ്സിനും ഒക്കെ എല്ലാ ആശംസകളും. താങ്ക് യു സാർ.